മോഹൻ വർഗീസ്, നമുക്കറിയാം യുദ്ധങ്ങൾ ഒരുപാട് കാണുന്ന ഒരു പതിറ്റാണ്ടാണിത്. കാരണം ഉക്രൈനും റഷ്യയുമായുള്ള യുദ്ധം, റഷ്യ എന്ന് പറഞ്ഞത് 2-3 മാസങ്ങൾ കൊണ്ട് കാര്യങ്ങൾ അവസാനിപ്പിക്കുമെന്നാണ്. അത് അവസാനിച്ചിട്ടില്ല, നീണ്ടുപോകുന്നു. വലിയ തിരിച്ചടി റഷ്യക്കുണ്ടാകുന്ന സാഹചര്യമുണ്ടായി. ഇസ്രായേൽ ഹമാസ് യുദ്ധമാകട്ടെ അതിപ്പോഴും നടക്കുന്നുണ്ട്. ഹമാസിനെ ഒരു 3/4 പങ്കോളം തീർക്കാൻ സാധിച്ചുവെങ്കിലും സിറിയയിൽ ഉണ്ടാകുന്ന യുദ്ധങ്ങൾ ഇപ്പോഴും പലതരത്തിൽ തുടരുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ഈ യുദ്ധവും ഇസ്രായേലിലേക്ക് ആത്മവിശ്വാസം 2-3 ദിവസം കൊണ്ട് ഇറാനെ തീർക്കാമെന്നായിരുന്നു. മറ്റു യുദ്ധങ്ങളുടെ അതേ അവസ്ഥ തന്നെയല്ലേ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അവസാനിക്കാത്ത ഒന്നായി ഇത് ഇങ്ങനെ തുടർന്നു പോകുമോ? ശ്രീ രഞ്ജിത്ത്, എനിക്ക് തോന്നുന്നില്ല ഇസ്രയേല് 2-3 ദിവസം കൊണ്ട് ഇറാനെ പോലെ ഒരു രാജ്യത്തെ പൂർണ്ണമായി ഫിനിഷ് ചെയ്ത് കളയാം എന്ന മോഹവുമായി ഒരു യുദ്ധം തുടങ്ങി വെക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇതൊരു എക്സിസ്റ്റൻഷ്യൽ ത്രെട്ടാണ്. അപ്പം അത് ഇസ്രയേൽ എന്ന രാജ്യത്തിന് നിലനിൽക്കണമെങ്കിൽ, അതായത് ഒരു 3000 വർഷമായിട്ട് ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള രാജ്യമാണ്. ചിലപ്പോഴൊക്കെ ഭൂപ്രദേശമുള്ള പരമാധികാര സർക്കാരുള്ള ഒരു രാജ്യമായിരുന്നു, ഭരണകൂടമുള്ള രാജ്യമായിരുന്നു. പക്ഷേ ചരിത്രത്തിൽ ഏറിയ പങ്കും ഒരു ജനത മാത്രമായിരുന്നു, ലോകത്തെമ്പാടും ചിതറി പാർക്കുന്ന ജനത മാത്രമായിരുന്നു ഇസ്രായേൽ. അപ്പം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രമെന്ന് പറയുന്നത് ഒരു സങ്കല്പമാണ്. അതിൻ്റെ മൂർത്തിഭാവമായി ഒരു ഭൂപ്രദേശവും പരമാധികാര സർക്കാരും എല്ലാം വന്നത് 1948 മാത്രമാണ്. അത് നിലനിൽക്കണമെങ്കിൽ, ഒരു നൂറ്റാണ്ടെങ്കിലും അത് നിലനിൽക്കണമെങ്കിൽ ഡെത്ത് ടു ഇസ്രായേൽ എന്ന് പറയുന്ന ഇറാന്റെ ആ ഡെത്ത് ആം മുറിച്ചു കളയേണ്ടതുണ്ട്. ആ ഡെത്ത് ആമിൻ്റെ പേരാണ് ന്യൂക്ലിയർ ആഴ്സണൽ. അതുകൊണ്ടാണ് ഇസ്രായേലിന് വ്യക്തമായ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട്. അതായത് ഇറാന്റെ ന്യൂക്ലിയർ കേപ്പബിലിറ്റി ഡെൻറ്റ് ചെയ്യുക, കഴിയുമെങ്കിൽ പൂർണ്ണമായി എടുത്ത് കളയുക. ഇനി അത്രയും കഴിഞ്ഞില്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് കൂടി ഉണ്ട്. ഒരു 10 വർഷത്തേക്കെങ്കിലും ഇറാന്റെ ആണവ പദ്ധതി ഒന്ന് സ്ലോ ഡൗൺ ചെയ്യിക്കുക. അതുകൊണ്ടാണ് സെൻട്രിഫ്യൂജുകളൊക്കെ ഇരിക്കുന്ന സ്ഥലം ഈ കംപ്ലീറ്റ് തകർത്ത് കളയാം എന്ന ഒരു ചിന്ത വന്നത്. അതുകൊണ്ടാണ്. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞത്, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഒരു ഭീഷണിയായി നിൽക്കുന്നിടത്തോളം കാലം സ്വസ്ഥമായി മുന്നോട്ട് പോകാനാവില്ല. അതുകൊണ്ടാണ് ഒരു ഒക്ടോബർ 7, 2023 എന്ന് പറയുന്നത് ഒരു ട്രിഗർ പോയിന്റ് ആണ് എന്ന് കേണൽ ദിന്നെ ഇവിടെ സൂചിപ്പിച്ചു. അത് ട്രിഗർ പോയിന്റ് ആണെന്നാണ് പൊതുവെ എല്ലാവരും വിശ്വസിക്കുന്നത്. അതൊരു ചെറിയ ട്രിഗർ മാത്രമാണ്. യഥാർത്ഥത്തിൽ ഇസ്രായേൽ പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണ്. ഹമാസിന്റെ ഭാഗത്തു നിന്നോ അയൽ പ്രദേശങ്ങളിൽ നിന്നോ ശക്തമായ ആക്രമണം ഉണ്ടാകും. ഇന്റലിജൻസ് ഫെയിലിയർ പോലും മുൻകൂട്ടി കാണാൻ ഇസ്രായേലിന് കഴിയും. കാരണം ഒരു സ്വാഭാവികമായി ഉണ്ടാകാം. ഇന്റലിജൻസ് ഫെയിലിയർ ഉണ്ടായാലും രാജ്യം നിലനിൽക്കണം. അതിനു വേണ്ടിയാണ് അവർ അയൺ ഡോം ഉണ്ടാക്കി വെച്ചത്. അപ്പം ഇവിടെ നോക്കൂ, ഇറാനിൽ നിന്ന് വരുന്ന ത്രെട്ട് ഹിസ്ബുള്ളയുടെ ഹമാസിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ത്രെട്ട് പോലല്ല. ഇറാൻ ഈസ് എ സ്റ്റേറ്റ് ആക്ടർ. ഹിസ്ബുള്ള, ഹമാസ് അവർ സ്റ്റേറ്റ് ആക്ടേഴ്സ് അല്ലെന്ന് ഓർക്കണം. ഹൂത്തീസ് പാർഷ്യലി സ്റ്റേറ്റ് ആക്ടേഴ്സ് ആണ്, പാർഷ്യലി നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ആണ്. പക്ഷെ ഇറാൻ അങ്ങനെയല്ല. ഇറാന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ഇസ്രായേലുമായി ബന്ധപ്പെട്ടല്ല. ഇറാൻ വലിയൊരു ഭൂപ്രദേശമാണ്. സാമാന്യം 8,40,00,000 ജനങ്ങളുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് ഇറാൻ ഒരു സിവിലൈസേഷൻ, പണ്ടത്തെ പേർഷ്യയാണ്, ഏൻഷ്യൻ പേർഷ്യയുടെ ഇന്നത്തെ രൂപമാണല്ലോ ഇറാൻ. അതുകൊണ്ട് ഇറാന്റെ നിലനിൽപ്പ് ഇസ്രായേലുമായി ബന്ധപ്പെട്ടല്ല എന്നോർക്കണം. ഇറാന് പേടി കാണും, ഇസ്രായേലിനെ പേടി കാണും. നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ പര്യാപ്തമാണ്. എണ്ണ നിക്ഷേപങ്ങൾ, ആണവ സങ്കേതങ്ങൾ എല്ലാം തന്നെ ഇസ്രായേലി ആക്രമണത്തിന് വിധേയമാകാം. പക്ഷെ തിരിച്ചങ്ങനെയല്ല എന്നോർക്കണം. ഇസ്രായേലിൻ്റെ വെരി എക്സിസ്റ്റൻസ് ആഫ്റ്റർ ദി ഡിസ്ട്രക്ഷൻ ഓഫ് ദ ജെറൂസലം ടെമ്പിൾ, അതായത് BC 587 മറ്റുമാണ്. ജെറൂസലം ടെമ്പിളിൻ്റെ ഡിസ്ട്രക്ഷന് ശേഷം ചിതറിപ്പോയ ഇസ്രായേൽ, അത് പേർഷ്യൻ ആക്രമണമാണെന്ന് ഓർക്കണം. അത് നെബൂഖദ്നേസറിന്റെ ആക്രമണമാണെന്ന് ഓർക്കണം. ബാബിലോണിയൻ ആക്രമണമാണ്. അപ്പൊ കിഴക്ക് നിന്ന് വരുന്ന ആക്രമണത്തെ, അത് ഇന്നത്തെ ഇറാഖ്, ബാബിലോണൊക്കെ ഇറാഖാണ്, ഇറാഖ് ആകട്ടെ പേർഷ്യ എന്ന ഇറാൻ ആകട്ടെ, കിഴക്ക് നിന്ന് വരുന്ന ആക്രമണം എക്കാലത്തും ചരിത്രപരമായി ഇസ്രായേലിനെ ചിതറിച്ചു കളഞ്ഞിട്ടുണ്ട്. പക്ഷെ എപ്പോഴെല്ലാം ചിതറിയപ്പോഴും അവർ റീഗ്രൂപ്പ് ചെയ്തു. അവസാനം റീഗ്രൂപ്പ് ചെയ്യാൻ 2000 വർഷം കാത്തിരിക്കേണ്ടി വന്നു ഒരു ഭൂമിയോടുകൂടി ഇസ്രായേലിനെ റീഗ്രൂപ്പ് ചെയ്തെടുക്കാൻ. അത് ഇനി കൈവിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നതാണ് ഇസ്രായേലിൻ്റെ കൺസിഡറേഷനിലെ നമ്പർ 1 പാരഡൈം. അതിൽ ഒരു വെള്ളം ചേർക്കാനാവില്ല. അങ്ങനെ വെള്ളം ചേർത്താൽ പിന്നെ ഭൗതികമായി ഇസ്രായേൽ ഇല്ല. പക്ഷെ ഇറാൻ ഉണ്ടാവും.
ഇറാനെ പൂർണ്ണമായി ആർക്കും നശിപ്പിക്കാനാവില്ല. ഇറാന് പ്രഹരം ഏൽപ്പിക്കാൻ സാധിക്കും. ഇസ്രായേലിന് പൂർണ്ണമായി ഇറാന്റെ ടെറിട്ടറിയെ കൈവശപ്പെടുത്താനാവില്ല, നശിപ്പിക്കാനാവില്ല. കുറേ പ്രദേശങ്ങളെങ്കിലും നിലനിൽക്കും. ആണവ യുദ്ധമുണ്ടായാൽ പോലും കുറച്ച് പ്രദേശങ്ങളെങ്കിലും നിലനിൽക്കാൻ കഴിയുന്ന രീതിയിലുള്ള വലിപ്പമുണ്ട്. ഇനി 2 ഡോക്ട്രിൻ കൂടെ വളരെ ബ്രീഫായിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ആ 2 ഡോക്ട്രിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാര്യമായി ഇതുവരെ പരിഗണിച്ചിട്ടില്ലാത്ത 2 മിലിറ്ററി ഡോക്ട്രിൻസ് ആണ്. ശ്രീ ഡെന്നി ഇവിടെ ഉണ്ടായിരുന്നത്, കേണൽ ഡെന്നി ഉണ്ടായിരുന്നെങ്കിൽ അത് കുറച്ചുകൂടി ആധികാരികമായിട്ട് അതേക്കുറിച്ച് ഒരു അഭിപ്രായം പറയാമായിരുന്നു. ഇതിലൊന്നെന്ന് പറയുന്നത് ഈ ഒരു സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി എന്ന് പറയും. അതായത് ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നു എങ്കിൽ ഇറാൻ തീർച്ചയായും ഇസ്രായേലിനെ ആക്രമിക്കുമല്ലോ. പക്ഷെ തിരിച്ചടിക്കാൻ ഇസ്രായേൽ അവിടെ ഉണ്ടാകും. രണ്ടാമത്തെ ആക്രമണം കൊടും ഭീകരമായ ആക്രമണമായിരിക്കും. അപ്പോൾ അതാണ് സെക്കൻഡ് സ്ട്രൈക്ക്. ഒരു ആക്രമണത്തിന് ശേഷം രണ്ടാമത് ആക്രമിക്കാനായി ആ രാജ്യം നിലനിൽക്കും. അത് കൺവെൻഷണൽ വെപ്പൺസ് ഉപയോഗിച്ചാണെങ്കിൽ സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി ഇസ്രായേലിന് ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. ഇറാനും സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി ഉണ്ട്. പക്ഷേ നോക്കൂ, ഇറാൻ ആണവ രാജ്യമായി മാറി എങ്കിൽ ഇസ്രായേലിന് ഒരു സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി ഇല്ല. ഇറാൻ ഏകപക്ഷീയമായി ഏതാനും ആണവ ബോംബുകളുമായി ഇസ്രായേലിനെ ആക്രമിക്കുകയാണെങ്കിൽ ഇസ്രായേലിന് ഒരു സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി എന്നത് വരുന്നതേ ഇല്ല എന്നോർക്കണം. അത് രാജ്യത്തിൻ്റെ ചെറിയ ഒരു ഭൂപ്രദേശത്തിൻ്റെ കാരണം കൊണ്ടാണ് അത് കംപ്ലീറ്റ് നശിച്ചു പോകും. അതാണ് ഒരു ഡോക്ടറിൻ. അപ്പം ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇസ്രായേൽ എല്ലാം ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു ഡോക്ടറിൻ എന്ന് പറയുന്നത് MAD എന്ന് പറയും, മ്യൂച്വലി അഷ്വേർഡ് ഡിസ്ട്രക്ഷൻ. ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ അടിയും തിരിച്ചടിയും ഉണ്ടാകും, പക്ഷേ പ്രപ്പോർഷനേറ്റായ അടിയും തിരിച്ചടിയും ഉണ്ടാകണം എന്ന ആഗ്രഹം ഒരുപക്ഷെ ഇറാനുണ്ട്. ഇപ്പോൾ ഇസ്രായേൽ തന്നെയാണ് സൈനികമായ ആകാശയുദ്ധമായതുകൊണ്ട് മെച്ചപ്പെട്ട ആയുധങ്ങൾ, ആകാശമാർഗം പോകാവുന്ന വിമാനങ്ങളുടെ കൃത്യതയാകട്ടെ, മിസൈലുകളുടെ കൃത്യതയാകട്ടെ, ഇൻ്റലിജൻസ് നെറ്റ്വർക്കിൻ്റെ പ്രയോജനമാകട്ടെ, ഇസ്രായേലിൻ്റെ ഭാഗത്താണ് പ്രിപ്പോണ്ടറൻസ് ഓഫ് ബാലൻസ്. അതുകൊണ്ട് തന്നെ MAD എന്ന ഫോർമുല, മ്യൂച്വലി അഷ്വേർഡ് ഡിസ്ട്രക്ഷൻ, കൺവെൻഷണൽ യുദ്ധത്തിൽ ഒരുപക്ഷെ ഇസ്രായേലിന് അനുകൂലമായിട്ടാണ്. പക്ഷേ അതൊരു ആണവ യുദ്ധമായിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെയും ഇസ്രായേലിൻ്റെ ഡിസ്ട്രക്ഷൻ സംഭവിക്കാം. അതുകൊണ്ടാണ് പ്രീ എംപ്റ്റീവായി ഇറാനെ ഏത് നിലയിലും ആണവ കപ്പാസിറ്റി പൂർണ്ണമായി കസ്ട്രേറ്റ് ചെയ്ത് മാറ്റുക, വരിയെടുക്കുക എന്ന് പറയും. അതായത് മുറിച്ചു മാറ്റുക. ആണവമായി ഒരു കാലത്തും ഇറാൻ ഉണ്ടാവരുത്. ഈ കാര്യത്തിൽ ഇസ്രായേലിൻ്റെ ഇൻട്രസ്റ്റിനോടൊപ്പം അമേരിക്കൻ ഇൻട്രസ്റ്റ്, ഗൾഫ് രാജ്യങ്ങളുടെ GCC രാജ്യങ്ങളുടെ, സൗദി അറേബ്യയുടെ ഉൾപ്പെടെ ഇൻട്രസ്റ്റ് കൺവേർജ് ചെയ്യുമ്പോൾ ഇസ്രായേൽ കാര്യങ്ങൾ എളുപ്പമാവുകയാണ്. അവിടെയാണ് ആത്യന്തികമായ നെറ്റ് അനാലിസിസിൽ മൊത്തം കാര്യങ്ങൾ നോക്കുമ്പോൾ, ഇപ്പം അഗ്രസർ ഇസ്രായേൽ ആണെങ്കിൽ പോലും ലോകരാജ്യങ്ങൾ ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുമ്പോഴും അറബ് രാജ്യങ്ങൾ കുറ്റപ്പെടുത്തുമ്പോഴും ആത്യന്തികമായി ഇസ്രായേൽ ഉദ്ദേശിക്കുന്നിടത്ത് കാര്യങ്ങൾ എത്തിച്ച് നിൽക്കാം എന്ന കോൺഫിഡൻസ് ഉണ്ട്. പ്രത്യേകിച്ചും അമേരിക്ക ആത്യന്തികമായി ഇസ്രായേലിനെ കൈവിടില്ല എന്ന് ഉറപ്പുള്ളപ്പോൾ. പക്ഷേ ഇറാനെ ചൈനയോ റഷ്യയോ കൈവിടില്ല എന്ന് എന്താണ് ഉറപ്പ്? അവർ ചിലപ്പോൾ മാറി നിന്ന് കളി കാണത്തേ ഉള്ളൂ. തീർച്ചയായും അവിടെയാണ് ഇറാനെ പിന്തുണച്ച് വന്ന രാജ്യങ്ങളൊന്നും ചൈനയാണ്, മറ്റൊന്ന് പാകിസ്ഥാൻ.